Good morning, everyone. It's me, Simon, YouTube channel. Simon Varghese Facebook, Simon Varghese Instagram. Welcomes you all. Friends, നമ്മൾ വളരെ നല്ലൊരു സുപ്രഭാതം ഞാൻ നേരുകയാണ്. ഇന്ന് രാവിലെ നല്ല മഞ്ഞുണ്ടായിരുന്നു. നവംബറിൽ അല്പം കുറഞ്ഞെങ്കിലും ഡിസംബറിൽ നന്നായിട്ട് നമ്മളെ അനുഗ്രഹിക്കുന്നു. മഞ്ഞുണ്ടെങ്കിൽ മാത്രമേ ഈ മാവ് പോലെയുള്ള വൃക്ഷങ്ങൾ കായ്ക്കാനും പൂക്കാനും കായ്ക്കാനും തുടങ്ങത്തുള്ളൂ. അപ്പോൾ മഞ്ഞിന് നന്ദി. സുഖമായിട്ട് ഏർലി മോർണിംഗ് വന്നുകൊണ്ടായിരിക്കാം നല്ല മഞ്ഞായിരുന്നു. ഇപ്പോൾ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. എനിഹൗ വളരെ നല്ല സന്തോഷകരമായൊരു ദിവസം നേരുകയാണ്. നമുക്കറിയാം, നമ്മളെല്ലാം ഏറിയും കുറഞ്ഞും സന്തോഷവും സൗഭാഗ്യവും ദുഃഖവും പ്രശ്നങ്ങളും പ്രയാസമൊക്കെ നേരിടുന്നവരാണ്. പൂർണ്ണരായിട്ട് ആരുമില്ല, ദൈവം മാത്രമേ പൂർണ്ണരായിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ സഫർ ചെയ്യുന്നവരോ അല്ലെങ്കിൽ സന്തോഷിക്കുന്നവരായിരിക്കാം. എനിഹൗ, ഐ വിഷ് യു ഓൾ എ ഹാപ്പി ഫാൻറ്റാസ്റ്റിക് ഡേ. ഓക്കെ. പിന്നെ ഒരു രഹസ്യം പറയട്ടെ. ഇനി ഞാനൊരു മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്നുണ്ട്. എന്ത് മത്സരമാണെന്നല്ലേ? KSSPU കേട്ടിട്ടുണ്ടോ? കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ. അതിൻ്റെ കോട്ടയം ജില്ലയുടെ കലാകായിക മത്സരങ്ങളുടെ തുടക്കമാണ് ഇന്ന്. അപ്പം ഇന്ന് ഞാൻ പങ്കെടുക്കുന്ന രണ്ട് വിഷയം, ഒന്ന് കഥാരചനയും രണ്ട് ഉപന്യാസം രചനയുമാണ്. 10 മണി തൊട്ടാണ്. നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം കേട്ടോ, ഒന്ന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ. നിങ്ങളുടെ സ്നേഹിതൻ പരാജയപ്പെടാൻ പാടില്ലല്ലേ? പരാജയ വിജയമെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉള്ളതാണെന്നുള്ള ബോധ്യമുള്ള ആളാണ്. ഡോണ്ട് വറി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കഥാരചനയിൽ പങ്കെടുത്തായിരുന്നു. എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി, മെറിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടി. പക്ഷേ പ്രൈസൊന്നും കിട്ടിയില്ല. ഇപ്രാവശ്യം നമുക്കൊന്ന് നോക്കാം. പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു ദിവസങ്ങൾ. ഇതൊന്ന് എൻ്റെ മൈൻഡ് ഫ്രീ അല്ല, ചിന്തിക്കാൻ പറ്റിയില്ല. ഇന്നലെ വളരെ പെട്ടെന്ന് തന്നെ ഒരു കാഷ്വൽ ആയിട്ട് ഹോസ്പിറ്റലിൽ ഒന്ന് പോകേണ്ടി വന്നു വൈഫിൻ്റെ കൂടെ. വൈഫിന് വേണ്ടിയൊന്നുമല്ല, പക്ഷെ എന്നാലും പോയിട്ട് വന്നപ്പോൾ ലേറ്റായി. എനിക്കൊന്നും പ്രിപ്പയർ ചെയ്യാനൊന്നും പറ്റിയില്ല. പക്ഷേ നിങ്ങളുടെയൊക്കെ ഒരു ധൈര്യത്തിൽ ഞാൻ പോയി എഴുതും. സമ്മാനം മേടിക്കുമെന്ന് പറയത്തില്ല. കൊള്ളാം. ജീവിതത്തിലെ പഠനവും നിരീക്ഷണവും നമ്മൾ പ്രഭാഷണവും മാത്രം പോരല്ലോ, മത്സരവും വേണ്ടേ? നല്ല മത്സരങ്ങളൊക്കെ പങ്കെടുക്കണ്ടേ? മത്സരിച്ച് വിജയിക്കണ്ടേ? ഞാൻ എപ്പോഴും പറയും, എന്നെ കാണാൻ വരുന്നവരോട് ഞാൻ പറയും, മത്സരിക്കണം. കുട്ടികളാണെങ്കിലും മത്സരിക്കണം, പരാജയപ്പെടണം, വിജയിക്കണം. പക്ഷെ ഓരോ പരാജയവും വിജയത്തിൻ്റെ മുന്നോടിയാണ് എന്ന് മനസ്സിലാക്കണം. പരാജയപ്പെടാത്ത, പരീക്ഷിക്കപ്പെടാത്ത എന്തിനേലും കൊള്ളാവും. ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് മെഡിസിനെ പറ്റി പറയുമ്പോൾ അതിൻ്റെ മെറിറ്റ് എന്താ? ഒരു മെഡിസിൻ കണ്ടുപിടിച്ചാൽ അത് ജന്തുജാലങ്ങളിൽ പരീക്ഷിക്കും. സക്സസ് ആയിട്ട് കണ്ടാൽ അത് മനുഷ്യരിൽ തന്നെ ടെസ്റ്റ് ഡോസ് കൊടുക്കും, പരിശോധിക്കും, അതിൻ്റെ റിയാക്ഷൻസ് പരിശോധിക്കും, സൈഡ് ഇഫക്ട്സ് പരിശോധിക്കും. അതിനുശേഷമാണ് ഒരു 4-5 വർഷത്തിന് ശേഷമാണ് അത് വിൽപ്പനയ്ക്കായി പുറത്തോട്ട് വിടുന്നത്. അപ്പോൾ നമുക്കറിയാം, ക്യാൻസർ ബാധിതർക്ക് ക്യാൻസർ മാറും അല്ലേ? മാറിക്കഴിഞ്ഞ് ഒരു ഷോർട്ട് പീരീഡിന് ശേഷം മറ്റൊന്നായിട്ട് അത് വരും. അത് ഒത്തിരി പേര്, എൻ്റെ സിസ്റ്റർ വരെ അങ്ങനെ മരിച്ചതാണ്. ക്യാൻസറിൻ്റെ ഷേപ്പ് മാറി വരും. എൻ്റെ സിസ്റ്റർ ക്യാൻസറിൻ്റെ ഷേപ്പ് മാറിയല്ല, അതിൻ്റെ അനുബന്ധ അസുഖങ്ങൾ കൊണ്ടാണ് മരിച്ചത്. പക്ഷെ പലരും അങ്ങനെയാണ് മരിക്കുന്നത്. അപ്പം എനിക്കറിയാവുന്ന ഒരാളെ അറിയാം, ലങ് ക്യാൻസർ ആയിരുന്നു. പിന്നെ അതെല്ലാം മാറി, RCC പോയെല്ലാം മാറിക്കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ബോൺ ക്യാൻസർ വന്ന് മരിച്ചു. എന്നുവെച്ചാൽ ഇതിൻ്റെ അണുക്കൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ. പക്ഷേ ഇപ്പം മരുന്ന് കണ്ടുപിടിച്ചു. നമ്മുടെ ശ്രീധരയിൽ RCCയിലാണോ ശ്രീധര മരുന്ന് കണ്ടുപിടിച്ചു. ഒരു 150 രൂപയുടെ മുടക്കുള്ള മരുന്നാണ്. അത് കഴിച്ചു കഴിഞ്ഞാൽ ഈ ക്യാൻസർ മാറുന്ന രോഗികൾക്ക് മറ്റൊരു ക്യാൻസറായി രൂപം കൊള്ളാനുള്ള അവസരം തടയും. അതൊരു വലിയ കണ്ടുപിടുത്തമല്ലേ? എന്ന് പറഞ്ഞതുപോലെ
ഈ ഇംഗ്ലീഷ് മരുന്നുകളെ സംബന്ധിച്ച് നല്ല പഠനവും നിരീക്ഷണവും പരീക്ഷണവും ഒക്കെ ഉണ്ട്. ഒരു മെഡിസിൻ മേടിക്കുമ്പോൾ സമയമുണ്ടെങ്കിൽ അതിനകത്തൊരു കുറിപ്പ് അതിനകത്ത് വായിക്കണം. അപ്പോൾ അതിൻ്റെ ഗുണവശങ്ങൾ ആദ്യം പറയും, ദോഷവശങ്ങളും പറയും. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ശരീരത്തിന് കുറവായ ധാതു ലവണങ്ങൾ സപ്ലൈ ആണ് മെഡിസിനിലൂടെ ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ ചിലപ്പം ചെറിയ ചെറുത് എന്തെങ്കിലും ദോഷമുണ്ട്, അതിൽ വായിച്ചാൽ മനസ്സിലാവും. ഓക്കെ, എനിഹാവും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പരീക്ഷിക്കപ്പെടണം, പരീക്ഷണങ്ങളിൽ ഏർപ്പെടണം, പരീക്ഷയിൽ തോൽക്കണം, പരീക്ഷയിൽ ജയിക്കണം. അങ്ങനെ വേണം മുന്നേറാൻ. അങ്ങനെയുള്ളവരെ ആർക്കും തളർത്താൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളെ കണ്ടേ, ഒരു പരിണിതപ്രജ്ഞനായ രാഷ്ട്രീയ പ്രവർത്തകനാണ്. അയാളുടെ പാർട്ടിയിലെ ഒരു നല്ല നിലവാരമുള്ള ആളാണ്. പക്ഷെ അയാൾ മത്സരിച്ച് തോറ്റു. ഈ തോൽവി എല്ലാവർക്കും ഒരു സങ്കടം. അയാളൊരു വലിയ കുഴപ്പമില്ലാത്ത മനുഷ്യനാണ്, അത് സങ്കടം. പക്ഷേ പിറ്റേ ദിവസം ഞാൻ പള്ളിയിൽ ചെല്ലുമ്പോൾ ഈ കക്ഷി സുസ്മേരവദനായി, പഴയതിൽ ഊർജ്ജസ്വലനായി, മിടുക്കനായി അവിടെ നിൽക്കുന്നൊരു പാട്ടുമൊക്കെ പാടി. നമുക്ക് ഒരു വിഷമം, നമുക്ക് ചിരിക്കാവോ വിഷമിക്കാതില്ല, നമ്മളെല്ലാം ഉള്ളിൽ ഒതുക്കി. പിന്നീട് ഞാൻ എൻ്റെ ഭാര്യയായിട്ടുള്ള സ്മോൾ ടോക്കിൽ ഞാൻ പറയും ഇങ്ങനെ സംഭവം. അവൻ പറഞ്ഞു, എവിടെ താൻ കണ്ടതൊന്നുമില്ല, അതിനും ഹായ് ഗുഡ് മോർണിംഗ്, നല്ലൊരു പാട്ടുമൊക്കെ പാടിയാണ് കക്ഷി അവിടെ നിന്നത്. ഒരു ക്രിസ്തീയ ഗാനമാണ് ആലപിച്ചാണ് നിന്നത്. എന്നുവെച്ചാൽ എന്ത് നേരിടും എന്നുള്ള മട്ടില്ലേ നമുക്ക് സന്തോഷം. എന്ന് വെച്ചാൽ അവരൊക്കെ അതിനുള്ള പരിശീലനമുണ്ട്. വിജയവും പരാജയവും കുതികാല് വെട്ടും. ഈ രാഷ്ട്രീയ പാർട്ടിക്കാരെന്ന് പറഞ്ഞാൽ അതീവ സൂത്രശാലികളാണ്. ഒരാൾക്കൊരു IAS എഴുതിയെടുക്കാൻ ബുദ്ധിയും വിവേകവും വിനയവും പഠനവും നിരീക്ഷണപാഠവും ഒക്കെ മതി. പക്ഷേ ഒരു MLA ആകണമെങ്കിൽ, ഒരു പാർട്ടി സെക്രട്ടറി ആണെങ്കിൽ, അല്ലെങ്കിൽ അതിന് വേറെ MP ആകണമെങ്കിൽ എന്തെല്ലാം തരം പണികൾ ചെയ്യണമെന്നറിയാം. അവരുടെ കുശാഗ്ര ബുദ്ധി. അതുകൊണ്ടാണ് ഇവരിൽ പലർക്കും പ്രത്യേക പരിശീലനമൊന്നും ഇല്ലെങ്കിലും അവർ മന്ത്രിയോ എല്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റോ ഒക്കെ ആകുമ്പം കളക്ടർമാരെയൊക്കെ കൺട്രോളിൽ നിർത്താൻ കഴിയുന്നത്. കാരണം അവർ കടന്നു വന്ന പാത അത്രയും കഠിനമായിരുന്നു. നമുക്കറിയാം, ഒരാൾ കേരള മുഖ്യമന്ത്രി ആകണമെങ്കിൽ IAS IPSൻ്റെ പരീക്ഷയൊന്നും പോരാ. അതിലും കഴിഞ്ഞ പരീക്ഷണങ്ങളാണ്. എന്തെല്ലാം നമ്പർ ഇറക്കിയാൽ ആ സീറ്റിലേക്ക് ക്ഷണിക്കപ്പെടുക, പിന്നെ അതിൽ വിജയിക്കുക എന്നുള്ളത് വേറെ കാര്യം. എനിഹൗ നമുക്ക് ഈ പാഠങ്ങളൊക്കെ ഉൾക്കൊള്ളാം. നമ്മൾ പറഞ്ഞു വന്നത്, ഞാനിന്ന് എഴുതാൻ പോകുന്ന, എനിക്ക് പറ്റുമോയെന്നറിയില്ല, എന്തെങ്കിലും എമർജൻസി വന്നാൽ എഴുതാൻ പറ്റില്ല. പക്ഷേ 90% ഞാൻ എഴുതും. പരീക്ഷ വിജയിക്കുകയോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ വിഷയം. പക്ഷേ ഞാൻ എഴുതാൻ തന്നെ കാഷ്വാലിറ്റീസ് എന്തെങ്കിലും എമർജൻസി വന്നെങ്കിൽ മാത്രമേ ഒഴിവാക്കപ്പെടുകയുള്ളൂ. എനിക്കും ഐ എം സോ ഹാപ്പി. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം ഞാൻ നേരുകയാണ്. ഇലക്ഷനൊക്കെ കഴിഞ്ഞു. എല്ലാവരും ബൗദ്ധികവും വൈജ്ഞാനികവുമായ വേദികളിലൂടെ കടന്ന് താങ്കളുടെ ലോക്കൽ പ്രതിനിധികളെ തിരഞ്ഞെടുത്തു. ഈ ലോക്കൽ പ്രതിനിധികളുടെ തിരഞ്ഞെടുപ്പ് ഒരു നാടിൻ്റെ ഭരണത്തിൻ്റെ മാറ്റത്തിൻ്റെ തുടക്കമാണെന്ന് ഞാൻ കരുതുന്നില്ല. കേരളത്തിലെ ഇലക്ഷൻ്റെ രീതി, പഞ്ചായത്തുകളിൽ വരുമ്പോൾ നമ്മുടെ ഏറ്റവും ഇഷ്ടം വിനിയോഗിക്കും. അസംബ്ലിയിൽ വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ജാഗ്രത പാലിക്കും. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അതീവ ജാഗ്രത പാലിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും സംസ്ഥാന തിരഞ്ഞെടുക്കപ്പെടുന്ന പാർട്ടിക്കാർക്ക് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വിജയിക്കാൻ കഴിയാത്തത്. ജനങ്ങൾ കുറച്ചും കൂടെ ചിന്തിക്കുന്നവരാണ്. അങ്ങ് ഡൽഹിയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിന് പ്രാപ്തിയായവരെ വിടണം എന്നും, ഈ സംസ്ഥാനം കലാപരഹിതമായി വർഗീയ ലഹളയൊന്നുമില്ല കൊണ്ടുനടക്കാൻ ആരെ വിജയിപ്പിക്കണമെന്നൊക്കെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഈ 3 തിരഞ്ഞെടുപ്പിലും വ്യത്യസ്തമായ റിസൾട്ടുകൾ ഉണ്ടാകുന്നത്. നമസ്തേ, ഗുഡ് മോർണിംഗ്. I'm very happy to meet you all. Okay. ഹലോ. അപ്പം നമ്മുടെ സ്ഥിരം യങ് ജെൻറ്റിൽമെൻസാണ്. അവർ ആസാം, ബീഹാർ, ഗുജറാത്ത്, ബംഗാളൊക്കെ തുടങ്ങി വന്നവരാണ്.
വയലിൽ ജോലിക്ക് പോകുന്നവരാണ്. എന്നും കണ്ട് ഇപ്പോൾ ഞാനും അവരുമായിട്ട് പരിചയത്തിലായി. അങ്ങനെ വേണമല്ലോ. ഹലോ ബൈസ്, ഗുഡ് മോർണിംഗ്. നിങ്ങളുടെ നാട്ടിലോട്ട് ഞാൻ വിടുക ഇത്. നിങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങൾ ആളുകൾ കാണും ഇത്. ഓക്കേ, ഹായ്. അപ്പം നമ്മുടെ നാട്ടിലെ വികസനത്തെ പറ്റിയൊക്കെ നമുക്ക് ചിന്തിക്കാം. നൂതനമായ ആശയങ്ങളോടുകൂടി നമുക്ക് നാടിൻ്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കാം. ഓക്കെ, എൻ്റെ വീട് എൻ്റെ ഗേറ്റിനുള്ള അത് വിട്ടിട്ട് ഗുഡ് മോർണിംഗ്, നമുക്ക് പുറത്തോട്ടൊന്ന് ഇറങ്ങണം, സമൂഹത്തെ സ്നേഹിക്കണം, സേവിക്കണം അല്ലേ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. പ്രൈസ് അവർ ഗോഡ്.